നമുക്ക് ആദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് അനാമിക വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കാനായിട്ട് അങ്ങനെ പഠിച്ച പണി 18 നടത്തുന്നുണ്ട് ദേവേനി. കാരണം ദേവേനിക്ക് മനസ്സിലായി അവൾ ഈ കുടുംബത്തില് ഒരിക്കലും ഉണ്ടാവേണ്ടവളല്ല. അവൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കുടുംബത്തിൽ നിന്ന് പോകണം. അതിനു വേണ്ടിയിട്ട് ദേവേനി തന്റെ ശ്രമങ്ങളൊക്കെ തുടങ്ങുവാണ്. അതുപോലെ തന്നെ മരുമക്കളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ജാനകിയാണെങ്കിലും അതുപോലെ തന്നെ ദേവയാനി ആണെങ്കിലും മത്സരിക്കുകയാണ്. ദേവയാനിക്ക് എങ്ങനെയെങ്കിലും അനാമിക അവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി. അങ്ങനെ ദേവയാനിക്കിട്ടല്ല അനാമികക്കിട്ടും അവസാനം അഭിക്കിട്ടും നല്ല 8ന്റെ പണി തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു അനാമികയ്ക്ക് ചായ കൊടുക്കാത്തതിന്റെ പേരിൽ ജാനകി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് ജാനകിക്ക് കട്ടക്കലിപ്പായി. പിന്നീട് ദേവയാണ്ട് വന്നിട്ട് പറഞ്ഞു, ഇനി ഏട്ടത്തി എന്താണെങ്കിലും എന്റെ മരുമോൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കണ്ട, അവൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയാം. അത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, സന്തോഷം, എനിക്കല്ലെങ്കിലും അവൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നിന്റെ മരുമോളല്ലേ, നീ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ ജാനകിയോട് പറയുവാണ്. ജാനകിയാണ് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ദേഷ്യമായി. പിന്നീട് ജാനകി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നയനയുടെ അടുത്ത് ചെന്നിട്ട് ദേവേനി പറഞ്ഞു, അവള് വന്നിരിക്കുന്നു ജാനകി, അവൾക്കൊന്നും അറിയത്തില്ല അനാമിയെ കുറിച്ച്, അതുകൊണ്ടാണ് ഇപ്പോഴും ചക്കര പാലെ തേനേന്നൊക്കെ പറഞ്ഞോണ്ട് അവളെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന അനാമികേനെ. അവളുടെ ശരിക്കുള്ള സ്വഭാവം അടുത്തറിഞ്ഞിട്ടില്ല. അധികം വൈകാതെ കണ്ടു മിക്കവാറും ഈ പറയുന്ന ജാനകിക്ക് അമ്മായിമ്മയ്ക്ക് തന്നെ മരുമോള് വിഷം കലർത്തി കൊടുക്കുന്നു അറിയണം. അത് കേട്ടിപ്പോ നയന പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് ഇളയമ്മ പാവമായിരുന്നു. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഒത്തിരി സപ്പോർട്ടൊക്കെ ആയിട്ട് നിന്നാ. പക്ഷേങ്കില് ജാനകിയുടെ എല്ലാം അനാമികയുടെ വരവോട് കൂടിയിട്ടാണ് ഇളയമ്മയ്ക്ക് ഇത്ര മാറ്റം ഉണ്ടായത്. അവൾ ഓരോരുത്തരെ പറഞ്ഞ് തിരിക്കുക ചെയ്തതെന്ന് പറയണം. ദേവേനി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം മോളെ, നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലോ. കാരണം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്ന സമയത്തും നിന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്നവളാണ് ജാനകി. അവൾക്ക് ഈ മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നില് അവളൊക്കെ തന്നെയാണ്, അനാമികയാണ്. പിന്നെ അനിയുടെ നന്ദുവിന്റെ ബന്ധം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇളയമ്മയ്ക്ക് തന്നോടും ദേഷ്യമൊക്കെ ആയത്. പക്ഷെ ഒരു വർഷം നന്ദുവായിരുന്നെങ്കിൽ ഇപ്പൊ നല്ലൊരു ജീവിതം എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. പിന്നീട് ദേവേനി നയനോട് പറഞ്ഞു, അതെ ഞാൻ വൈകുന്നേരത്തെ ചായക്കുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, ഞാനും വരാമെന്ന് പറയണേ. വേണ്ട മോളെ, മോൾ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി ചെയ്തോളാം, എനിക്ക് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. പിന്നെ മോളാണ് രാത്രി മൊത്തം ഉറക്കളച്ചിരുന്നിട്ട് ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലേ, പിന്നെ മോൾ അടുക്കളയിൽ കയറി ജോലിയും കൂടെ ചെയ്യേണ്ടെന്ന് പറയാം. അതൊന്നും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും നയനയുടെ ഫോൺ ബെല്ലടിച്ചു. അപ്പൊ നയന നോക്കി കഴിഞ്ഞപ്പോ അമ്മയാണ് വിളിക്കുന്നത്. പിന്നീട് നയന ഫോണും കൂടെ അങ്ങോട്ട് പോവാണ്. എന്താ അമ്മ വിളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് വിശേഷങ്ങളൊക്കെ പറയുന്ന സമയത്ത് കനക പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് മോളെ എന്ന് പറയാം. എന്ത്? നന്ദുവിന്റെ കാര്യത്തില് നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും അനിയാൻ തോന്നിയെന്ന് പറയണം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, കഴിഞ്ഞ ദിവസം അവന്റെ ഫോട്ടോയൊക്കെ നോക്കി അവൾ ഇരിക്കുന്ന കണ്ടു. അതൊക്കെ ഓർക്കും ഭയങ്കര ടെൻഷനാ. എനിക്കാണെങ്കിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നൊരു പരിധിയുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത് എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. മോളെ, നീയും കൂടെ അവളെ ഒന്ന് വിളിച്ച് ഉപദേശിക്കണമെന്ന് പറയാം. നയന പറഞ്ഞു, അമ്മേ എനിക്കും പറയുന്നൊരു പരിധിയുണ്ട്. എനിക്കാണെങ്കിലും ആദർശനാണെങ്കിലും അനിയോട് പറയാനാണെങ്കിലും ഒരു പരിധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളാണ്, എന്ത് ചെയ്യാനും മടിക്കില്ല എന്ന് പറയണം. നന്ദുവിന്റെ കാര്യം അറിയാലോ, അനിയെ കിട്ടാത്തതിന്റെ പേരിൽ അവൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒത്തിരി ഫോഴ്സ് ചെയ്ത് പറയാനും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, എനിക്ക് പേടി ആ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാ. അനിയും നന്ദും തമ്മിൽ ഒന്നാവുന്ന അതിന്റെ സങ്കടം എന്റെ മനസ്സിലുണ്ടെന്ന് പറയാം. അമ്മ ധൈര്യമായിട്ട് ഇരിക്കാം, ഞാനൊന്ന് നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കനകയെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് ഫോൺ വെക്കുന്നത്. ആ സമയത്ത് ദേവേനെ അടുക്കളയിലേക്ക് പോയിട്ട് 4 മണിക്കുള്ള ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്, പലഹാരം ഉണ്ടാക്കുവാണ്. അപ്പോഴേക്കും ജാനകിയൊക്കെ വന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് ജാനകിയുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു. ജലജ വന്നിട്ട് ജാനകിയോട് ചോദിച്ചു, അല്ല ജാനകി, നീ എന്താ ഉണ്ടാക്കണമെന്ന് ചോദിക്കും. അതെ, എന്റെ മരുമോൾക്ക് വേണ്ടി ഞാൻ പ്രത്യേക ആഹാരം ഉണ്ടാക്കുക. എന്റെ മരുമോൾക്ക് ഇനിയിപ്പം വേറെ ആരും ആഹാരം ഉണ്ടാക്കണ്ട, എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുവാണ്. ആ സമയം ദേവേനെയൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഞാനും കൂടെ കൂടാന്ന് പറയണം. അങ്ങനെ ജലജ ജാനകിയോടൊപ്പം ചേർന്നു. അവരെങ്ങനെ ആഹാരം ഉണ്ടാക്കുക. അപ്പോഴേക്കും നയനയും കൂടെ അടുക്കളയിലേക്ക് വന്നു. നയന വൈകുന്നേരത്തെ ആഹാരത്തിനുള്ള കറികളും കാര്യങ്ങളും ഉണ്ടാക്കാണ്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് ദേവേനി നയനയോടൊപ്പം ചേർന്നു. കാരണം നയന ഇവിടെ ദേവേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ടാണ് തന്നെയാണ്. കാരണം ദേവേനിക്കറിയാം
തങ്ങൾക്കുള്ള ആഹാരത്തിന്റെ കറികളൊക്കെ ഉണ്ടാക്കണേ നമ്മൾ തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. ജാനകി കട്ടക്കലിപ്പിലാണ്. ജാനകി അനാമയ്ക്കും അവർക്കുള്ള കറികളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്താണെങ്കിലും അനന്തപുരി വീട്ടില് 2 അടുക്കളയായി. ദേവേനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഈ പറയുന്ന അനാമയ്ക്ക് ഒരു സാധനം പോലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അതിന്റെ ആവശ്യമില്ലെന്നാ പറയണേ. തന്നെ കൊല്ലാൻ ശ്രമിച്ചോളല്ലേ, അപ്പൊ അവളെങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശി വന്ന് നോക്കിയപ്പോ രണ്ടുപേരും രണ്ടിടത്ത് ഇങ്ങനെ പാചകമൊക്കെ ചെയ്യുന്നു. മുത്തശ്ശി കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി പറഞ്ഞു, അതെ എനിക്ക് എന്താണെങ്കിലും എൻ്റെ മരുമകളുടെ കാര്യം കഴിച്ചിട്ട് വേറൊരാളുടെ ഉള്ളൂ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ എനിക്ക് എൻ്റെ മോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ മറ്റുള്ളവർക്കൊന്നും വെച്ച് വിളമാരുന്ന എന്നെ കൊണ്ട് കിട്ടത്തില്ല. പ്രത്യേകിച്ച് അനാമയ്ക്ക്. വേറെ ആർക്ക് വേണം ഞാനിവിടെ ആഹാരം ഉണ്ടാക്കി കൊടുത്തോളാം. പക്ഷെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയണം. അവളുടെ അമ്മായിമ്മ ഉണ്ടല്ലോ, വേണം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നൊക്കെ പറയണം. കേട്ട മുത്തശ്ശിക്ക് ഒരു കാര്യം മനസ്സിലായി. പണ്ടത്തെ പോലെ ഒന്നുമല്ല, കുടുംബത്തിൽ വീണ്ടും അസ്വസ്ഥതകളൊക്കെ പെരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ എവിടം വരെ പോവും എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നീട് മുത്തശ്ശി നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോഴേക്കും ദേവേനെ ഇവിടെ വന്നു. ദേവേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ തിരക്കുന്നുണ്ട്. ദേവേനുള്ള കാര്യം കൂടെ പറഞ്ഞു. എനിക്ക് വയ്യച്ച, ഇവിടുത്തെ എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ അവൾക്കുണ്ടാക്കി വെച്ചോളും എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അറിയാലോ, എനിക്ക് അവളോട് ഇപ്പോൾ ഒട്ടും അങ്ങോട്ട് താല്പര്യമില്ല. അനിയുടെ ജീവൻ നശിപ്പിച്ചല്ലോ എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് അവളെ ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൾക്കുള്ളത് വേണമെങ്കിൽ അവളുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കട്ടെ, ജാനകി ഉണ്ടാക്കി കൊടുത്തോട്ടെ. ജാനകി അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. പിന്നെ ഞാൻ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇടപെടുന്നേ എന്നൊക്കെ ചോദിക്കണം എന്നും പറഞ്ഞൊരു ദേവേനെ ഇങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് മുത്തശ്ശിയോട് ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ ഈ വീടും കൂടെ ഞാൻ വെട്ടിമുറിക്കേണ്ട വരുമോ? രണ്ടും 2 അടുക്കളയായിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ കുടുംബം അങ്ങനെ വെട്ടിമുറിക്കേണ്ട വരും. അതിന്റെ സർവ്വസാധ്യത കാണുന്നുണ്ടല്ലോ വസുന്ധരെ എന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, നിക്ക് എന്താ സംഭവിക്കാനെന്ന് നോക്കാം, ചിലപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയണം. ദേവേനെ അങ്ങനെ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ശക്തമായ കാരണം കാണും. ഇല്ലാതെ ദേവേനെ അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മുമ്പ് നയനമോളുടെ ദേവേനയ്ക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നയനമോൾ നല്ലവളാന്ന് പറഞ്ഞാൽ ഇപ്പം അത് മനസ്സിലായി, ചേർത്ത് പിടിക്കുകയോ ചെയ്തേ. പക്ഷെ ഈ വന്ന അനാമിയെ ആദ്യമൊക്കെ കൂടെ ചേർത്ത് പിടിക്കുകയോ ചെയ്തേ. പക്ഷെ ഇപ്പം എന്തൊക്കെയോ ദേവേനയ്ക്ക് അനാമയോട് ദേഷ്യമുണ്ട്. അതിന് കാരണം എന്താന്ന് നമ്മൾ ആദ്യം അറിയണം. എന്നിട്ട് മതി ഇനിയിപ്പോൾ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അനിയെ വഴിക്ക് വെച്ച് നന്ദു കാണുവാണ്. നന്ദു കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന്റെ മനസ്സിലേക്ക് തന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുവാണ്. അനി ഇനി മിണ്ടാൻ വന്നാൽ പോലും അത് സംസാരിക്കാൻ പോലെ അനിവ ഒഴിവാക്കണമെന്ന്. പിന്നീട് അനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, അനി ഇനി എൻ്റെ പുറകെ വരില്ലേ, എൻ്റെ പിന്നാലെ വരില്ലേ. എനിക്ക് എന്തായാലും നിന്നോട് മുമ്പത്തെ പോലെ അടുപ്പം കാര്യമൊന്നുമില്ല, അറിയാലോ. അന്നത്തെ സമയത്ത് എനിക്ക് നീ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം അനാമേനെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് എൻ്റെ മനസ്സ് നീയേ ഇല്ല. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ. അത് മാത്രമല്ല, എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറയണം. അനിയെ എങ്ങനെയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു നന്ദു ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സങ്കടമായി. സത്യമാണോ നന്ദു പറയണമെന്ന് വെക്കും. അല്ലെങ്കിൽ നീ ഒരു കാര്യം നിന്റെ നയനടുത്തോട് തന്നെ പോയി ചോദിച്ചു നോക്ക്, സത്യമായിട്ടുള്ള കാര്യം പറയുന്നേ. അധികം വൈകാതെ മിക്കവാറും ഇങ്ങനെ പോകണം എൻ്റെ കല്യാണമൊക്കെ നടക്കുമെന്ന് പറയണം. കാരണം കല്യാണമൊന്നും നടക്കില്ല എന്ന കാര്യം നന്ദുവിന് അറിയാം. പക്ഷെ അനിയുടെ മനസ്സ് മാറ്റാനായിട്ട് താൻ നോക്കിയിട്ട് വേറൊരു മാർഗ്ഗമില്ല. പിന്നീട് അനിയോട് പറഞ്ഞു, എൻ്റെ പിന്നാലെയുള്ള ഈ നടത്തം നീ നിർത്തണം. അറിയാലോ, അനന്തപുരിക്ക് തന്നെ നാണക്കേടാ. അനന്തപുരിയിലെ കൊച്ചുമോന് ഒരു പെണ്ണിന്റെ പുറകെ ഇങ്ങനെ നടക്കണേ, അത് എന്നെപ്പോലുള്ള ഒരുത്തിയുടെ പിന്നാലെ നടക്കുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചിട്ട് നന്ദു അങ്ങോട്ട് പോവാണ്. പിന്നീട് പറഞ്ഞു, എന്നെ ഇനി മേലെ വിളിക്കുകയും ചെയ്തേക്കലെന്ന് പറഞ്ഞ് പോവാണ്. നന്ദുവിനെ നെഞ്ചു വെങ്ങുമായിരുന്നു. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നന്ദു അങ്ങനെ പറയണേ. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അനി മനസ്സിലോർത്ത് ഇവള് കള്ളത്തരം പറയുന്ന, ഇവൾ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. പിന്നെ ഇവൾക്ക് തന്നെ ഇഷ്ടമൊക്കെ തന്നെയാ, ഇവളുടെ മനസ്സിലതുണ്ട്. പക്ഷെ അത് പുറമേ കാണിക്കുന്നില്ലെന്നുള്ളൂ. പക്ഷെ താൻ എന്താണല്ലോ ഇവളുടെ പിന്നാലെയുള്ള നടത്തം നിർത്താൻ പോകുന്നില്ല. താന് തന്റെ ജീവിതത്തിൽ അനാമയെ ഒരിക്കലും ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ കാണുള്ളൂ, അത് നന്ദു മാത്രമായിരിക്കും. അല്ലാതെ തന്റെ ജീവിതത്തിന് ഒരു പെണ്ണുണ്ടാകാനും പോകുന്നില്ല. ഇനിയിപ്പോൾ നന്ദു വേറെ കല്യാണം കഴിച്ചു പോയാലും കുഴപ്പമില്ല, തനിക്ക് അനാമികയെ വേണ്ട, താൻ കല്യാണം കഴിക്കാൻ നിന്നോളാം എന്നൊരു ചിന്തയൊക്കെയാണ് അനിയുടെ മനസ്സിലുണ്ടാകുന്നത്. പിന്നീട് 1-2 ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി. വീട്ടിലങ്ങോട്ട് പോരും മുറുകുവാണ്. ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്ക് അറിയുന്നുണ്ടായിരുന്നു. അവർക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ദേവേനെ എന്ത് ചെയ്യണം, അനാമയ്ക്ക് വേണ്ടിയിട്ട് ഒരു അനാമയ്ക്കല്ല നയനയ്ക്ക് വേണ്ടിയിട്ട് 15-12 നെക്ലേസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം അന്നാ മോഷണം പോയെന്ന് പറഞ്ഞ നെക്ലേസ് അത് കൊണ്ടുപോയി ദേവേനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അനാമികയുടെ വീട്ടുകാർ അതുകൊണ്ട് പലിശക്കാർ കൊടുത്ത. അപ്പം ആ നെക്ലേസ് എന്ത് ചെയ്യണം, ദേവേനി നയനെ വിളിച്ചിട്ട് നയനയ്ക്ക് കൊടുക്കണം, മോളെ
ഇത് മോൾ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, എന്തിനാമ്മേ, ഞാൻ ഇത്ര വലിയ ആഭരണങ്ങളൊന്നും വീട്ടിൽ കൂടെ ഇട്ടാണ് നടക്കാറുള്ളൂ, ഇത്ര വലിയ മാലയൊക്കെ, പിന്നെ എന്തിനാന്ന് ചോദിക്കാം. എൻ്റെ മോളെ 2 ദിവസമെങ്കിലും നീ ഇതിട്ടുകൊണ്ട് നടന്നേ മതിയാവുള്ളൂ, അറിയാലോ. ഇത് ഞാൻ അവൾക്ക് കൊടുത്താ, അവളുടെ അച്ഛൻ ഇത് കൊണ്ടേ ആ പലിശക്കാരന് കൊടുത്തു, അപ്പൊ അവള് കാണണം ഇത് നിന്റെ കഴുത്തെ കിടക്കണം, അതിന് വേണ്ടിയിട്ടാന്ന് പറയണം. അങ്ങനെ മനഃപൂർവ്വം ദേവേന ചെയ്ത പിന്നീട് നയന അത് ഇട്ടുണങ്ങ് നടക്കുമ്പോഴത്തേനും അനാമയെ കാണുവാണ്. അനാമയ്ക്ക് സങ്കടവും ദേഷ്യം വെക്കുന്നു. തന്നോടുള്ള വാശിക്കാണ് വല്യമ്മ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലായി. പിന്നീട് അനാമിക എന്ന് ജാനകിയോട് പരാതി പറയാ. ജാനകിയോട് പരാതി പറഞ്ഞു, അവൾക്ക് വല്യമ്മ അന്ന് എനിക്ക് ആ നെക്ലേസ് ഒക്കെ ഇടാൻ കൊടുത്തു, എന്നെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത കാര്യങ്ങളാന്നൊക്കെ പറയണം. ജാനകിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടം. തൻ്റെ മരുമോൾക്ക് ഇല്ലല്ലോ. ജാനകി ഒട്ടും മടിച്ചില്ല. തൻ്റെ നെക്ലേസ് അത്രയും വരത്തില്ലെങ്കിലും ഒരെണ്ണം എടുത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ അനാമയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെയാണ് കുഴപ്പമില്ല, ഇവിടുന്ന് കുറേ തൻ്റെ അമ്മായിമ്മയുടെ അടിച്ചു മാറ്റും എന്നൊരു ചിന്തയായിരുന്നു. മോൾ ഇത് അണിഞ്ഞുകൊണ്ട് നടന്നു. വേണ്ടാന്നൊക്കെ അനാമയ്ക്ക് വലിയ ബിൽഡപ്പ് ഇട്ട് പറഞ്ഞു. അങ്ങനെയല്ലേ ആദ്യം പറയാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ ജാനകി നിർബന്ധിക്കുകയാണ്, മോടെ ഇടണം, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇടണം എന്നൊക്കെ പറയണം. അങ്ങനെ അവൾ ഇടുവാണ്. ഇത് ദേവേനെ ശ്രദ്ധിച്ചു. ദേവേനിക്ക് മനസ്സിലായി. പക്ഷെ ജാനകി ചെയ്യുന്ന ശുദ്ധ മണ്ടത്തരമാണെന്ന് മനസ്സിലായി. ഇവള് മിക്കവാറും ഇനി ഇതുമല്ല, ജാനകിയുടെ ഉള്ള സ്വർണം മുഴുവൻ മിക്കവാറും അടിച്ചുകൊണ്ട് പോയി അവളുടെ വീട്ടുകാർക്ക് കൊടുക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് അബിക്കാണെങ്കിലോ നല്ല പണി തന്നെ കൊടുത്തിരിക്കുന്നത്. കാരണം അബിക്ക് ഇടയ്ക്കിടയ്ക്ക് ചന്തമുള എടുക്കേണ്ട വരുന്നുണ്ട്, കൊഞ്ചിക്കേണ്ട വരുന്നുണ്ട്. ഇതൊന്നും നബിക്ക് ഒട്ടും കൂടെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനെ ചൊല്ലി അബിയോട് വഴക്കടിക്കാനും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ആദർശന് ചന്തമുള കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല സ്കൂളിൽ നിന്ന്. അങ്ങനെ ചന്തമുള കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അബീനെ ഏർപ്പാടാക്കുവാണ്. അങ്ങനെ ചന്തമുള സ്കൂളിൽ നിന്ന് വൈകുന്നേരം വിളിച്ചുകൊണ്ട് വരുന്ന അബിയാണ്. അബി അങ്ങനെ ചന്തമുളയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആദർശ് നയനെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത്. നവ്യ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചന്തമുളുടെ കൈയും പിടിച്ച് അബി അങ്ങോട്ട് കയറി വരുന്ന കാഴ്ചയുണ്ട്. സ്കൂൾ വിട്ട് കൊണ്ടിരുന്നതാണ്. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് ഓടി വന്നിട്ട് അബിയോട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. നീ എന്ത് പരിപാടി അബി കാണിച്ചേ? ആ സമയം ജലജയം കൂടെ വന്നു. നിനക്ക് നാണമില്ലേ ഈ അഭിഹിത സന്ധ്യയുടെ കൈ പിടിച്ചു വരാനായിട്ട്? ഇയാളെ പോലെ ഒരുത്തന്നെ കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ട് വരണ കാര്യം നിനക്കെന്താ? അതും ഈ ചന്തുമോളെ പോലെയുള്ള ഒരുത്തിനെ, ഇവിടെ എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നവ്യേച്ചി, ഇനി ഒരു അക്ഷരം പോലും പറഞ്ഞേക്കല്ലേ ചന്തുമോളെ കുറിച്ച്, പറഞ്ഞു കേട്ടല്ലോ. അപ്പോഴേക്കും നവ്യക്ക് ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യം കയറി. ഈ സമയം അബി പെട്ടു. അബിക്ക് മനസ്സിലായി ആ സിറ്റുവേഷൻ എങ്ങനെയായാലും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ തനിക്ക് നല്ല പണി തന്നെ കിട്ടുമെന്നുള്ള കാര്യം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നവീനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ജലജ വന്നിട്ട് ജലജ നവ്യക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. പിന്നീട് അബി ഒരു വിധത്തെ നവ്യേനും കൂട്ടിക്കൊണ്ടങ്ങോട്ട് പോയിട്ട് നവ്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നവ്യക്ക് എന്തോ അബീനെ അങ്ങോട്ട് സംശയമായി. കാരണം അബി എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അബി ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും ദേഷ്യമൊന്നും ഈ പറയുന്ന ആദർശനോടും നയനയോടും കാണിക്കാത്ത എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും അബിയുടെ. കാരണം അബിയിൽ നവിക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങൾ പൊളിഞ്ഞാൽ പിന്നെ അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.